വെൽക്കം ടു ലേണിംഗ് ഹോം. അപ്പോൾ നമ്മൾ ഇനി മൊഡ്യൂൾ 3 മാരത്തോണിലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് അടുത്തെല്ലാം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺഫിഗറേഷൻ ഈസ് ബെസ്റ്റ് ഫോർ ആഡിംഗ് മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസ് ടുഗദർ? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഡിഫറൻഷ്യേറ്റർ, സമ്മിങ് ആംപ്ലിഫയർ ആൻഡ് കമ്പാരറ്റർ. അപ്പോൾ ഏത് കോൺഫിഗറേഷനിലാണ് നമ്മൾ അനലോഗ് സിഗ്നൽസിനെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും? മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് ഏത് കോൺഫിഗറേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ സമ്മിങ് ആംപ്ലിഫയർ തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റർ ഉണ്ട്, കമ്പാരറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസിനെ ആഡ് ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സമ്മിങ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ സമ്മിങ് ആംപ്ലിഫയർ അഥവാ സമ്മറാണ് യൂസ് ചെയ്യുക. അതിൽ തന്നെ ഇൻവെർട്ടിംഗ് ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സമ്മിങ് ആംപ്ലിഫയർ ആണ്. അതിൽ തന്നെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഇൻവെർട്ടിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറും നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറും കൂടെ നമ്മുടെ ഓപ്ഷൻസിൽ തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആണ്. അത് എന്ത് ചെയ്യും? ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇൻപുട്ട് വോൾട്ടേജസിനെ ആഡ് ചെയ്യും. അതിന്റെ കൂടെ വെയിറ്റ് ആയിട്ട് യൂസിങ് വെയിറ്റഡ് ഓർ ഈക്വൽ റെസിസ്റ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതൊക്കെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കാം എങ്ങനെയാണ് അതിന്റെ ആംപ്ലിഫയർ വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ അപ്പൊ നമ്മളുടെ ഫിഗർ വരുന്നത് ഇങ്ങനെ മൈനസ് പ്ലസ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് ഇൻപുട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ഒരു ഇൻപുട്ട് ചെയ്യുന്ന V1 വരുന്നു, ഇത് R1 റെസിസ്റ്റർ വരുന്നു, R1 റെസിസ്റ്റർ, ഇതുപോലെ അടുത്തൊരു റെസിസ്റ്റർ V2. ഓക്കെ, അങ്ങനെ V3 V4 പറഞ്ഞാൽ എത്ര വേണമെങ്കിൽ നമുക്ക് എണ്ണം കൊടുക്കാന്നൊക്കെ പറയാം. പക്ഷെ അത്ര എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ മിനിമം നമ്മൾ 2 എണ്ണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? മൈനസ് അല്ലെ, മൈനസ് RF ബൈ R1 എന്ന് പറയുന്നത് അവിടെ കോമൺ ആയിരിക്കും. മൈനസ് RF, ഇതിലൊരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും കൂടി ഉണ്ടാവുമല്ലോ അല്ലെ, അതാണ് RF. ഓക്കെ, മൈനസ് RF ബൈ R1 ഇൻറ്റു V1 പിന്നെ പ്ലസ് വീണ്ടും മൈനസ് RF ബൈ R2 ഇൻറ്റു V2 അല്ലേ, അങ്ങനെയല്ലേ വരിക. അപ്പൊ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈനസ് RF കോമൺ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ മൈനസ് കോമൺ ആയിട്ട് എടുക്കുക. മൈനസ് കോമൺ ആയിട്ട് എടുക്കുക, മൈനസ് ഓഫ് RF by R1 into V1 plus RF by R2 into V2 ആണ് വരുന്നത്. ഒരുപാട് എണ്ണം വരുന്ന സമയത്ത് RF by R3 into V3 അങ്ങനെ പറഞ്ഞിട്ട് n ടൈംസ് നമ്മൾക്ക് വരും. അപ്പൊ ഇങ്ങനെ പൊതുവെ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിലാണ് വരും. അപ്പൊ ഇതാണ് പറഞ്ഞത് യൂസിങ് മൾട്ടിപ്പിൾ ഇൻപുട്ട് വോൾട്ടേജസ് യൂസിങ് വെയിറ്റഡ് ഓർ ഈക്വൽ റെസിസ്റ്റേഴ്സ്. ഇത് ഒന്നുകിൽ ഇങ്ങനെ വെയിറ്റഡ് റെസിസ്റ്റർ അല്ലെ, വെയിറ്റഡ് റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF is equal to R1 is equal to R2 is equal to R ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ വാല്യൂ എന്തായിട്ട് മാറും? മൈനസ് RF ഉം R1 ഒക്കെ R ആവും. R by R 1 ആവും. മൈനസ് V1 മൈനസ് V2 മൈനസ് V3 എന്നിട്ട് അങ്ങനെ പോകും. ഓക്കെ, അവിടെ രണ്ടെണ്ണം ആയതുകൊണ്ട് മൈനസ് V1 മൈനസ് V2 മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകിൽ യൂസിങ് വെയിറ്റഡോ അല്ലെങ്കിൽ ഓർ ഈക്വൽ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വോൾട്ടേജ് ആയിരിക്കും ഓരോന്നിന്റെയും വരിക. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ വെയിറ്റഡ് ഔട്ട്പുട്ട് എടുക്കും. ആ വെയിറ്റഡ് ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? സം ചെയ്യുന്ന സമയത്ത് സമ്മിങ് ആംപ്ലിഫയറിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. An op-amp with finite gain will show significant error rate. ഒരു op-amp ആണ്, അതിലൊരു finite gain ഉണ്ട്. അത് എന്ത് ചെയ്യും? will show significant error rate. അതൊരു എന്തിനാണ് എറർ നമുക്ക് തരിക? കമ്പാരറ്റർ ഓപ്പറേഷനിലാണോ, ബഫർ സർക്യൂട്ടിലാണോ, ഓപ്പൺ ലൂപ്പ് ഓപ്പറേഷനിലാണോ, പ്രിസിഷൻ ആംപ്ലിഫിക്കേഷനിലാണോ? ഫൈനൈറ്റ് ഗെയിൻ causes gain, error and offsets which affect precision amplifier circuits more than others. മറ്റുള്ള സർക്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിസിഷൻ സർക്യൂട്ട്സിനെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുക. ഓക്കെ, സിഗ്നിഫിക്കന്റ് എറർ ഇൻ പ്രിസിഷൻ ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Which of the following is not an ideal op-amp assumption? തന്നിരിക്കുന്നതിൽ ഐഡിയൽ op-amp assumption അല്ലാത്തത് എന്താണെന്ന് ചോദിക്കണം. ഇൻഫിനിറ്റ് ഗെയിൻ, സീറോ ഔട്ട്പുട്ട് ഇംപീഡൻസ്, ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത്, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് കറന്റ് കാപ്പബിലിറ്റി. നിങ്ങൾ op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡിയൽ op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഹൈ ഇൻപുട്ട് ഇംപീഡൻസ്, ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപീഡൻസ്, സീറോ ഔട്ട്പുട്ട് ഇംപീഡൻസ് അല്ലെ, CMRR ഇൻഫിനിറ്റി ആയിരിക്കും. ഇതൊക്കെ പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ തന്നിരിക്കുന്നതിൽ നോൺ ഐഡിയൽ op-ampന്റെ അസംപ്ഷൻ അല്ലാത്തതാ ചോദിക്കണം.
ഇൻഫിനിറ്റ് ഗെയിൻ ഉണ്ടോ? ഉണ്ട്. സീറോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്, ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് ആണ്, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് കറണ്ട് ക്യാപ്പബിലിറ്റി അല്ല, അത് ഇൻഫിനിറ്റ് അല്ല കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാതെ എല്ലാ എക്സാമിനും നമുക്ക് ചോദ്യം കാണാറുള്ളതാണ്. യോപാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകിച്ച് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ലെക്ചറൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മറ്റേ ഓപ്ഷൻ എ ബി സി തന്നിട്ട് ഇതിൽ 1, 3 ശരിയാണ്, 2, 3 ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരില്ലേ, ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്കത് കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഐഡിയൽ ഒപ്പാംസ് ആർ അസ്യൂം ടു ഹാവ്, അതിന് ഹൈ ഹാവിങ് ഇൻഫിനിറ്റ് ഗെയിൻ ഉണ്ടാവും, ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആയിരിക്കും, സീറോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്, പക്ഷെ നോട്ട് ഇൻഫിനിറ്റ് കറണ്ട് സോഴ്സിങ് ഓർ സിംഗിങ് ക്യാപ്പബിലിറ്റി ആയിരിക്കില്ല, അത് സീറോ ആയിരിക്കും. A voltage follower using an op-amp provides. ഒരു വോൾട്ടേജ് ഫോളോവർ ആണ്, അത് ഒരു op-amp യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഫോളോവർ ആണ്. ഇത് എന്താണ് നമ്മൾക്ക് തരും? ഹൈ ഗെയിൻ തരൂ, ഹൈ ഔട്ട്പുട്ട് ഇംപെഡൻസ് തരൂ, ലോ ഇൻപുട്ട് ഇംപെഡൻസ് തരൂ, യൂണിറ്റി ഗെയിൻ ആൻഡ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് തരും. നമ്മൾ പല പല വീഡിയോസിലായിട്ട് കണ്ടു അതിന് എങ്ങനെയാണ് വരിക എന്നുള്ളത് അല്ലെ. യൂണിറ്റി ഗെയിൻ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. യൂണിറ്റി ഗെയിൻ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഫോളോവറിന് യൂണിറ്റി ഗെയിൻ ആണ്, അത് ബഫറായിട്ട് ആക്ട് ചെയ്യും. ഹൈ ഇൻപുട്ട് ഇംപെഡൻസും ലോ ഔട്ട്പുട്ട് ഇംപെഡൻസും അതിന്റെ മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്താ വരിക? ഓപ്ഷൻ ബി ആണ്, യൂണിറ്റി ഗെയിൻ ആൻഡ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണ് വരിക. An op-amp output is saturated at plus 15 volt. ഒരു op-amp ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാച്ചുറേറ്റ് ചെയ്യുന്നത് പ്ലസ് 15 വോൾട്ടിൽ സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈവൻ വിത്ത് സ്മോൾ ചെറിയ ഇൻപുട്ട് ആണെങ്കിൽ പോലും അത് പ്ലസ് 15 വോൾട്ടിൽ അത് സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താ അങ്ങനെ മാറാണ്ട് നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രോപ്പർ ഫീഡ്ബാക്ക് ആണോ, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണോ, ഇൻകറക്റ്റ് പവർ സപ്ലൈ കൊണ്ടാണോ, ലോ സ്ലൂ റേറ്റ് കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പാമ്പ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 15 വോൾട്ടിൽ തന്നെ സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഫീഡ്ബാക്ക് ഇല്ലാണ്ട് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഓപ്പാമ്പ് അറിയാലോ, ഫീഡ്ബാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പാമ്പ് എന്തായിട്ട് ആക്ട് ചെയ്യും? കമ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. വിത്തൗട്ട് ഫീഡ്ബാക്ക് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഇങ്ങനെയാണ് വരിക, അങ്ങനെയല്ലേ വരിക. അപ്പൊ പ്ലസും മൈനസും വരുന്നതിന് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യും, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഡിഫറൻസിന്റെ ഔട്ട്പുട്ട് വെളിയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പൊ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഓപ്പാമ്പ് എന്തായിട്ട് ആക്ട് ചെയ്യും? കമ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈവൻ എ സ്മോൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? അത് ഫുൾ സ്കെയിൽ സാച്ചുറേഷൻ കാണിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പോ സ്മോൾ ഇൻപുട്ടിൽ നമുക്ക് എന്ത് സംഭവിക്കും? വാട്ട് കുഡ് ബി ദ റീസൺ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ്, ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഫീഡ്ബാക്ക് ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ഫീഡ്ബാക്ക് ഉള്ളതിനെ ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറയില്ലേ. അപ്പൊ ആ പറയുന്ന കമ്പാരേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? ഈ പറയുന്ന സംഭവം സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഓപ്പാമ്പ് എന്താണ്? ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ ഓപ്പാമ്പ് കമ്പാരേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഈവൻ ഒരു ചെറിയ ഡിഫറൻഷ്യൽ ഇൻപുട്ട് കൊടുത്താൽ തന്നെ അവിടെ ഫുൾ സ്കെയിൽ സാച്ചുറേഷൻ നമുക്ക് അവിടെ കാണിക്കും. Okay. If a signal is passed through an integrator, ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്ററിൽ കൂടെ പാസ് ചെയ്തു, it dash the amplitude of the noise. അത് amplitude of the noise എന്ത് ചെയ്യുന്ന ചോദിക്കണം? എൻഹാൻസസ് ചെയ്യോ, ഫാക്ടറൈസ് ചെയ്യോ, സ്റ്റെബിലൈസ് ചെയ്യോ, റെഡ്യൂസ് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ അത് റെഡ്യൂസ് ചെയ്യുന്ന പറയണം. അപ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്ററിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയ്സ് സിഗ്നലിനെ അത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ an integrator is used in the conversion of square waveform. അപ്പോൾ ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ഫോമിനെ കൺവേർട്ട് ചെയ്യാൻ ടു ട്രയാങ്കുലർ വേവ് ഫോം. ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഡിഫറൻഷ്യേറ്ററിൽ കൂടി ഇതുപോലെ പല സിഗ്നലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റഗ്രേറ്ററിൽ നമ്മളൊരു സ്ക്വയർ വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കുലർ വേവ് ഫോം ആണ് കിട്ടുക. അതുകൊണ്ട് they perform the role of filters പോലെ അത് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഓഫ് ഇൻപുട്ട് സ്ക്വയർ വേവ് ഫോം ഇന്റഗ്രേറ്റർ ആക്സസ് സിമ്പിൾ ലോ പാസ് ഫിൽറ്റർ. ഇന്റഗ്രേറ്റർ ലോ പാസ് ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യാൻ കൺവേർട്സ് ഇൻടു അതിനെ ട്രയാങ്കുലർ വേവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദസ് വെൻ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് കോംപ്ലക്സ് അല്ലെങ്കിൽ നോയ്സി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്ററിൽ എന്ത് ചെയ്യും? കാരണം ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞാൽ ലോ ഫ്രീക്വൻസീസ് മാത്രമേ അവിടെ പോകുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഹൈ ഫ്രീക്വൻസീസ് ഒക്കെ അവിടെ നമുക്ക് റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അവിടെ റെഡ്യൂസിങ് ദ ആംപ്ലിറ്റ്യൂഡ്, ചെറിയ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ് മാത്രം നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാ വരിക? അപ്പൊ ഇറ്റ് റെഡ്യൂസസ് അല്ലെ, ഇതൊരു ലോ പാസ് ഫിൽറ്ററും കൂടെ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം, നമുക്ക് ഈ പറയുന്ന ലോ റെഡ്യൂസസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക.
അപ്പോൾ ഇന്റഗ്രേറ്റർ ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഡിഫറൻഷിയേറ്റർ ഹൈ പാസ് ഫിൽറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് the ideal common mode rejection ratio of an op amp. ഒരു ഐഡിയൽ കോമൺ CMRR എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അല്ലെ, 0, 100, ഇൻഫിനിറ്റി. CMRRന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, CMRR എന്ന് പറയുന്നത് വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐഡിയൽ ഒപ്പം കംപ്ലീറ്റ്ലി റിജക്ട് കോമൺ മോഡ് സിഗ്നൽസ്, അതായത് നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്. CMRR ഇൻഫിനിറ്റി ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കോമൺ മോഡ് സിഗ്നൽസ് എല്ലാം റിജക്ട് ചെയ്യും അല്ലെ. CMRRന്റെ ഇക്വേഷൻ ഫോർമുല പറഞ്ഞു, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്. പിന്നെ വേറെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്, എബിലിറ്റി ടു റിജക്ട് ദ കോമൺ മോഡ് സിഗ്നൽസ്, അതാണ് അതിന്റെ CMRR എന്ന് പറയുന്നത്. CMRR ഓരോന്നിനും ഓരോ വാല്യൂ ആയിരിക്കും. 741 ഒപ്പാമ്പിനുള്ള വാല്യൂ ആയിരിക്കില്ല വേറൊരു ഒപ്പാമ്പിന് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള CMRR ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഐഡിയൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഓഫ് ഒപ്പാമ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇനി യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ യൂസിങ് ആൻ ഓപ്പൺ ദ ഔട്ട്പുട്ട്. ഒരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ഉണ്ടാക്കുകയാണ് നമ്മളൊരു ഓപ്പാമ്പ് വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓൾവേസ് 0, ഈക്വൽ ടു ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഈക്വൽ ടു ദ ഇൻപുട്ട്, ഓൾവേസ് സാച്ചുറേറ്റഡ്. അപ്പൊ ഒരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ യൂസിങ് ആൻ ഓപ്പാമ്പ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ ഇൻപുട്ട് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഫോളോവർ തന്നെ പറയണം. അപ്പൊ അവിടെ എങ്ങനെയാ വരിക? ഈക്വൽ ടു ഇൻപുട്ട് പോലെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ യൂണിറ്റി ഗെയിൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഫോളോ. യൂണിറ്റി ഗെയിൻ എന്ന് പറയുമ്പോൾ അത് വോൾട്ടേജ് ഫോളോവർ ആണ്. ഔട്ട്പുട്ട് ഡയറക്ട്ലി ഫോളോസ് ഇൻപുട്ട് വിത്ത് നോ ഗെയിൻ ഓർ ഇൻവേർഷൻ. ഇൻവേർഷൻ ഒന്നും ഉണ്ടാവില്ല, വരുന്നത് അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എല്ലാം കൊണ്ടും ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഒക്കെ ഒരുപോലെ ആയിരിക്കും. In an op-amp integrated circuit, replacing the feedback capacitor with a resistor results. ഒരു op-amp integrated circuit നമ്മൾ എടുത്തു. ആ സർക്യൂട്ടില് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആയിരിക്കുമല്ലോ, ഫീഡ്ബാക്കിൽ കപ്പാസിറ്റർ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിന് നമ്മൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് അത് എന്തായിട്ട് നമുക്ക് കിട്ടുക? ഡിഫറൻഷിയേറ്റർ ആയിട്ടാണോ, കമ്പറേറ്റർ ആയിട്ടാണോ, വോൾട്ടേജ് ഫോളോവർ ആയിട്ടാണോ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണോ കിട്ടുക? നമുക്കറിയാം ഡിഫറൻഷിയേറ്റർ അല്ല. കാരണം ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അതായത് ഫീഡ്ബാക്കിൽ റെസിസ്റ്റർ വരും. ഫീഡ്ബാക്ക് അതായത് കപ്പാസിറ്ററും റെസിസ്റ്ററും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും. അതിന്റെ ഫീഡ്ബാക്കിൽ ഏതാണോ വരിക അതിനനുസരിച്ചിട്ട് അത് ഡിഫറൻഷിയേറ്റർ ആവാം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റർ ആവാം. അപ്പൊ നമ്മൾ ഒരു ഓപ്പാമ്പ് ഇന്റഗ്രേറ്ററിൽ എന്താ സംഭവിക്കുക? ഫീഡ്ബാക്ക് പാത്തിൽ ഒരു കപ്പാസിറ്റർ വരും, പക്ഷെ മറ്റേ ഇൻപുട്ട് വരുന്നത് റെസിസ്റ്റർ ആയിരിക്കും. അതേ സമയത്ത് തിരിച്ച് ഫീഡ്ബാക്ക് പാത്തിൽ റെസിസ്റ്റർ വരും, ഇൻപുട്ട് വരുന്നത് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻഷിയേറ്റർ ആണ് അല്ലെ. അപ്പൊ കപ്പാസിറ്ററും റെസിസ്റ്ററും വേണം. ഇവിടെ ചോദ്യം എന്താ? ഒരു ഓപ്പാമ്പ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ട്, അതിന്റെ ഫീഡ്ബാക്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ ഫിഗർ. അതിന്റെ ഫീഡ്ബാക്കിൽ നമ്മൾ കപ്പാസിറ്റർ ഉള്ളതിന് പകരം റെസിസ്റ്റർ നമ്മൾ ആക്കി വെച്ചിരിക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ, അങ്ങനെയല്ലേ വരിക. അപ്പൊ ഇതില് അത് ഇൻവേർട്ടിംഗ് ഫോർമുല ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇൻവേർട്ടിംഗ് ഇന്റഗ്രേറ്റഡ് ബിക്കംസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് വരും കപ്പാസിറ്റർ. അതായത് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന കപ്പാസിറ്റർ, ആ കപ്പാസിറ്റർ മാറിയിട്ടാണ് ഇപ്പൊ എന്തായിട്ട് വന്നിരിക്കുന്നത്? റെസിസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് റെസിസ്റ്റർ, അപ്പൊ ഇതെന്താ സാധനം? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which of the following is a practical issue in using op-amps at the high frequencies? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രാക്ടിക്കൽ ഇഷ്യൂ ഇൻ യൂസിങ് op-amps at high frequencies? ഹൈ ഫ്രീക്വൻസീസിൽ op-amps യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ഇഷ്യൂ എന്താണ്? ഇൻഫിനിറ്റ് ഗെയിൻ ആണോ, സീറോ ഔട്ട്പുട്ട് ഇംപീഡൻസ് ആണോ, സ്ലീവ് റേറ്റ് ലിമിറ്റിംഗ് ആണോ, ഹൈ CMRR ആണോ? ഇതിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് റേറ്റ് അവിടെ ലിമിറ്റഡ് ആവും. ഹൈ ഫ്രീക്വൻസീസിൽ സ്ലീവ് റേറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആവുകയും ചെയ്യും, കോസിങ് അവിടെ നമുക്ക് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ ഇഷ്യൂ ഇൻ യൂസിങ് op-amp at high frequencies എന്ന് പറയുന്നത് അവിടെ സ്ലീവ് റേറ്റ് ലിമിറ്റിംഗ് എന്നുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അതാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ്. ഇതില് ഓരോ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. CMRR, സ്ലീവ് റേറ്റ്, ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഈ ഒരു ഏരിയയിൽ ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് op-amp എടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റിയും ഐഡിയൽ കേസ് അങ്ങനത്തെ അല്ലാണ്ട് അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സ്ലീവ് റേറ്റിന്റെ ഇക്വേഷൻ ഒക്കെ
വൃത്തിയായി പഠിച്ചോളൂ കേട്ടോ. 2π എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ.